ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഫാമിലെ മുട്ടക്കോഴികൾക്കും കാടക്കോഴികൾക്കും അവയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ കൊടുക്കുന്ന ഒരു ഇലയെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. ഇതാണ് ആ ഇല. എല്ലാവർക്കും അറിയാം, ഇതാണ് പപ്പായയുടെ ഇലയാണ് ഞാൻ കൊടുക്കുന്നത്. നമ്മുടെ ഫാമിലെ എല്ലാ കോഴികൾക്കും ഞാനിത് കൊടുക്കാറുണ്ട്. എന്നെ സംബന്ധിച്ച് ഇത് കൊടുക്കുന്നത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ അനുഭവം അതാണ്. ഇത് നമ്മുടെ വീട്ടിൽ അഴിച്ചുവിട്ട് വളർത്തുന്ന മുട്ടക്കോഴികളാണ്. ഇതിന് നമ്മളിങ്ങനെ കയറിൽ കെട്ടി വെച്ച് കൊടുക്കും. അത് വന്ന് കൊത്തി കഴിച്ചോളും. എപ്പോഴും തുറന്നു വിടാറില്ല. രാവിലെയും വൈകുന്നേരവും 2 നേരം ഇതുകളെ അഴിച്ചു വിടാറുണ്ട്. വീട്ടിലെ വേസ്റ്റെല്ലാം കൊടുക്കാനായിട്ടാണ് ഞാൻ കുറച്ച് ഇതുപോലത്തെ നാടൻ കോഴികളെ കൂടി വളർത്തുന്നത്. അതേസമയം നമ്മൾ കേജ് സിസ്റ്റത്തിൽ വളർത്തുന്ന BB83 കോഴികൾക്കും കാടക്കോഴികൾക്കും ഒക്കെ നമ്മളിത് ചെറുതായിട്ട് അരിഞ്ഞ് തീറ്റ പാത്രത്തിൽ നമ്മളിത് വെച്ച് കൊടുക്കാറാണ് ചെയ്യാറുള്ളത്. അതിനുവേണ്ടി നമുക്കിതിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതിനുവേണ്ടിയാണ് നമുക്കതിന് വേണ്ടി ഇത് അരിഞ്ഞെടുക്കാം. നമുക്ക് മുട്ടക്കോഴിക്ക് കൊടുക്കുമ്പം ഇതേ കണക്കിന് അരിയും ഞാൻ ആദ്യം. അതിനുശേഷം കാടക്കോഴിക്ക് കൊടുക്കുന്നത് കുറച്ചെടുത്ത് മാറ്റി അത് ഒന്നുകൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കും. എങ്കിൽ മാത്രമേ കാടക്കോഴികൾ കഴിക്കുകയുള്ളൂ. ഈ ഇല കൊടുക്കുന്നതിലൂടെ നമ്മുടെ കോഴികൾക്ക് പ്രതിരോധശേഷി വർദ്ധിക്കുന്നതിലൂടെ കോഴികളുടെ മുട്ട ഉൽപ്പാദനവും വർദ്ധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. കോഴി വളർത്തുന്നവർ ഇത് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പപ്പായയില കിട്ടുകയാണെങ്കിൽ കൊടുത്തു നോക്കുക. കൊടുത്തു നോക്കുമ്പോൾ അതിൻ്റെ മാറ്റം നമുക്ക് മനസ്സിലാവും. നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണല്ലോ നമുക്കതിൻ്റെ ഉപയോഗം മനസ്സിലാവുന്നത്. പറഞ്ഞു കേൾക്കുമ്പോൾ ആർക്കും ഇത് മനസ്സിലാവില്ല. പക്ഷെ കൊടുത്തു നോക്കണം. പപ്പായയില മാത്രമല്ല ഞാൻ എൻ്റെ ഫാമിൽ കൊടുക്കുന്നത്. മുട്ടക്കോഴികൾക്ക് ഓരോ ദിവസം മാറി മാറി ഓരോ ഇലകൾ കൊടുക്കാറുണ്ട്. ചേമ്പിൻ്റെ ഇല, പയറിൻ്റെ ഇല കൊടുക്കാറുണ്ട്. അതുപോലെ വാഴയുടെ ഇല കൊടുക്കാറുണ്ട്. തീറ്റപ്പുല്ലൂടെ ഞാനിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് നമ്മുടെ പശുക്കൾക്ക് വേണ്ടി. അതിൻ്റെ ഇലയും ഞാനിവിടെ കൊടുക്കാറുണ്ട്. അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് കൊടുക്കാറുണ്ട്. അതൊക്കെ കൊടുക്കുന്നത് തീറ്റയുടെ ചിലവ് കുറയ്ക്കാനാണ്. നമുക്ക് തീറ്റ ആ ഇല ഒരു നേരം കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ തീറ്റയുടെ ചിലവ് നമുക്കതിൽ നിന്ന് കുറേയൊക്കെ കുറച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ തീറ്റയ്ക്കൊക്കെ നല്ല വിലയാണ്. അതല്ല, നമ്മൾ മുട്ടക്കോഴി വളർത്തുമ്പോഴത്തേക്ക് ഇലവർഗ്ഗങ്ങൾ കൊടുക്കുന്നത് മുട്ടയുടെ ഗുണനിലവാരം വർദ്ധിക്കുന്നതിനും സഹായിക്കും. എല്ലാവരും നാടൻ മുട്ടയെന്ന് ചോദിച്ചാണ് വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ തീറ്റ മാത്രം കൊടുത്തിട്ടത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഗുണനിലവാരം എത്രത്തോളം മെച്ചപ്പെടുമെന്ന് എനിക്കറിയില്ല. എങ്കിലും പണ്ട് നമ്മൾ നാടൻ കോഴിയുടെ മുട്ടയെന്ന് പറഞ്ഞ് കേൾക്കുന്നത് തുറന്നു വിട്ട് വളർത്തുന്ന കോഴിയുടെ മുട്ടയായിട്ടാണ് നാടൻ മുട്ടയെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കേജ് സിസ്റ്റത്തിൽ വളർത്തുന്ന കോഴിയുടെ മുട്ടയും നാടൻ മുട്ടയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. നമ്മുടെ ഫാമിൽ ഇതുപോലെ ഇലവർഗ്ഗങ്ങളെല്ലാം കൊടുക്കാറുണ്ട്. നമ്മുടെ കാടക്കോഴികളാണിത്. കാടക്കോഴിയൊക്കെ ഞാനിവിടെ ഇല കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വന്നതങ്ങനെ തീറ്റ തിന്നും പോലെ തിന്നാറില്ല. എങ്കിലും കുറച്ചത് കഴിക്കാറുണ്ട്. എനിക്കിവിടെ 100 കാടക്കോഴികളാണുള്ളത്. ഒരുപാട് ഞാൻ അരിഞ്ഞങ്ങനെ കൊടുക്കാറില്ല തീറ്റ ചിലവ് കുറയ്ക്കാനായിട്ട്. അങ്ങനെയല്ല, ഒരു കണക്കിന് കുറച്ച് എങ്കിൽ മാത്രമേ അതുകൾ കഴിക്കുള്ളൂ. ഇതിപ്പോൾ ഞാനൊരു 4 മണി സമയത്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തീറ്റ പാത്രത്തിൽ തീറ്റ ഉണ്ട് എങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ അത് കഴിച്ചോളും. നാളെ രാവിലെ ആകുമ്പോൾ ഒരു ഇല പോലും ഇതിൽ കാണില്ല. അടുത്ത് നമ്മുടെ BB380 കോഴികൾക്കാണ് ഞാൻ ഈ കൊടുക്കുന്നത്. എനിക്കിവിടെ 48 കോഴിയാണുള്ളത്. ഇത് 24 കോഴിയുടെ ഒരു കേജാണ്. 6 അറകളിലായിട്ടാണ് 24 കോഴിയുള്ളത്. ഒരു അറയിൽ 4 കോഴി വെച്ചാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്.
ഈ കോഴികളാണ് ഞാൻ ആദ്യം നമ്മുടെ ഫാമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് മുട്ടയിട്ട് തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 8 മാസത്തോളം ആയിട്ടുണ്ട്. 1.5 വർഷം മുട്ടയിടും എന്നാണ് പറയുന്നത്. ഇതുവരെയും നമുക്ക് മുട്ടയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല. ഇത് മറ്റൊരു കേജാണ്. ഇവിടെയും നമുക്ക് 24 കോഴിയുണ്ട്. ഈ കേജ് 48 കോഴി വരെ ഇടാം. ഇപ്പോൾ എനിക്കിവിടെ നിലവിൽ 24 കോഴിയേ ഉള്ളൂ. ഇനി ഉടനെ നമുക്ക് ബാക്കി 24 കോഴിയെ കൂടി ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഈ ആഴ്ച തന്നെ. ഈ കോഴികൾ ഇപ്പം മുട്ടയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏകദേശം ഒരാഴ്ചയോളം ആയിട്ടേ ഉള്ളൂ. എല്ലാം മുട്ടയിട്ടിട്ടില്ല. 24 കോഴി ഉണ്ടെങ്കിൽ ഒരു 12-13 കോഴി വരെ മാത്രമേ ഇതുവരെയും മുട്ടയിട്ട് തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ ആദ്യം കെട്ടിയ ഇലയെല്ലാം നാടൻ കോഴികൾ തിന്ന് തീർത്തിട്ടുണ്ട്. നമുക്കിന്നൊരു പപ്പായയും കൂടെ കിട്ടി. അതും കൂടെ നമുക്ക് അരിഞ്ഞ് കഴിക്കാം. നമ്മുടെ വീട്ടിലെല്ലാവരും പപ്പായ കഴിക്കുന്നവരാണ്. എങ്കിലും വലിയ പപ്പായ ആയതുകൊണ്ട് ഒരു ഫുൾ പപ്പായ നമുക്കിത് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിന്ന് ഇതിൻ്റെ പകുതി ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. പകുതി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. നാളെ അത് നമ്മൾ കഴിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതോടെ നമ്മുടെ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.